എനിക്ക് പരമേൽപ്പിച്ച് തന്നതാണ്. സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇതിനേക്കാൾ വലിയ അടയാളമുണ്ടോ? സാത്താനെപ്പോലും വിറപ്പിക്കുന്ന അടയാളമല്ലേ കുരിശ്. കാര്യം കുരിശിനാൽ പാപത്തെ വെന്ന് ജീവനെ പൊരുത്തരിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അതാണ് എൻ്റെ ഭാഷാപരം. അതെന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ 61 വയസ്സ്, ഇപ്പം എനിക്കിപ്പോൾ 65 വയസ്സായി. ഒരു ദിവസം ഞാനിങ്ങനെ 276 ദിവസം ഒരു ഷാപ്പിന് വാതിക്ക് സമരത്തിന് കിടന്ന് കുർബാന കഴിയുമ്പോൾ സമരത്തിന് പോകും. കാര്യം അത് നമ്മുടെ വീടിൻ്റെ നടുക്കുകൊണ്ടൊന്ന് ഷാപ്പ് വെച്ചിരിക്കണം. അപ്പോൾ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും. അപ്പോൾ അവിടുത്തെ ചേട്ടത്തിമാർ വന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ സമരം നീണ്ടുപോയി. അത് കിസ്ത അടക്കണ നെല്ലിക്കയുള്ള ലേസസ്റ്റ് ഷാപ്പാണ്. അപ്പോൾ ഗവൺമെൻറ് അത് പിൻവലിക്കാനും പറ്റില്ല. ഗവൺമെൻറ്റിന് അവർ ലക്ഷങ്ങൾ കൊണ്ട് കെട്ടിവെച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പോയി കെട്ടിലായിപ്പോയി. എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്തു. എനിക്കെതിരെ അവർ നഷ്ടപരിഹാര കേസ് കൊടുത്തപ്പോൾ 80 ലക്ഷം രൂപ വരും കേസ്. അവർ വിജയിക്കാരെ ഇത് കിസ്തടച്ച ഷാപ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ ഒറ്റക്കായി പോകും. അപ്പോൾ ഞാനൊക്കെ കുർബാനയിലേക്ക് പള്ളിത്തോട്ടിൽ എൻ്റെ സ്വന്തം ഇടവക ഞാൻ കൊച്ചുച്ചനായിരുന്നതാണ്. അപ്പോൾ ഞാൻ കുർബാനയിലേക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന എടുത്തിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം നീ മാത്രമേ ഉള്ളെന്ന് ഓർക്കണം. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് എൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ്. ഞാൻ ഇന്ന് ഈ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോൾ എന്നെ തള്ളിക്കളയാതെ എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയും. അതുപോലെ നമുക്കെല്ലാം എൻ്റെ കർത്താവുണ്ട്. എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി. ആ മനുഷ്യൻ തകർന്നു പോയി. ശരിക്കും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ച് 8 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞ് അത് സാരമില്ല, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതല്ലായിരുന്നു ആവശ്യം. അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം. നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച എൻ്റെ കർത്താവ് എന്ന് പറയണത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും. നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയിൽ നിങ്ങളെ സഹായിച്ച കർത്താവ്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയാനൊരു കർത്താവ് ഉണ്ടാകണം. അനുഭവത്തിൻ്റെ കർത്താവ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.